മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മകം, പൂരം, ഉത്രം, ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങക്കൂറുകാരുടെ വർഷം 2025 മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ആദ്യമായി നിങ്ങളുടെ കരിയർ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 10ാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ നിൽക്കുന്നത് 8ാം ഭാവത്തിലാണ്. ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ്. ഇവിടെ നിൽക്കുന്ന ബുധൻ്റെ നീചഭംഗ രാജയോഗവും നടക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും കരിയറിൽ ഈ മാസം സ്ഥിതിഗതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. നേരത്തെ മുതൽ കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും. ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾക്ക് നന്നായി ട്രൈ ചെയ്യുകയാണെങ്കിൽ ഈ സമയത്ത് പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് ഈ മാസം അനുകൂലമായിരിക്കും. ഭാഗ്യസ്ഥാനാധിപൻ ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്നത് 11ാം ഭാവമാണ്. ഇത് ലാഭസ്ഥാനവുമാണ്. ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. യാതൊരു വിഘ്നങ്ങളുമില്ലാതെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതാണ്. ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കുന്നതുമായിരിക്കും. ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം സമയം നല്ലതാണ്. ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും. ഒന്നിലധികം സോഴ്സുകളിൽ കൂടി ഇൻകം ഉണ്ടാകുന്നതാണ്. ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതികളും ഈ മാസം വളരെ നല്ലതായിരിക്കും. അടുത്തതായി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. 7ാം ഭാവാധിപൻ ശനിയാണ്. ശനി ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ 7ാം ഭാവത്തിൽ തന്നെയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ്. എങ്കിലും ശനി ഇവിടെ ശശരാജയോഗം നിർമ്മിച്ചിരിക്കുന്നതിനാൽ കണ്ടകശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ട് കാണത്തില്ല. മാർച്ച് 29ാം തീയതി ശനിയുടെ മീനത്തിലേക്കുള്ള രാശിമാറ്റത്തോടെ കണ്ടകശനി സമയം അവസാനിക്കുന്നതാണ്. പക്ഷേ ശനി രാശി മാറുന്നത് നിങ്ങളുടെ 8ാം ഭാവത്തിലേക്കായതിനാൽ അഷ്ടമശനിയുടെ പ്രഭാവം ആരംഭിക്കുന്നതുമായിരിക്കും. വർഷം 2027 ജൂൺ 2ാം തീയതി വരെ ശനി നിങ്ങളുടെ 8ാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത്. എങ്കിലും ഈ സമയത്ത് ശനി ശുഭഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. കാരണം ശനി 8ാം ഭാവത്തിൽ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട്. അതായത് 6, 8, 12 എന്നീ ഭാവങ്ങളുടെ അധിപൻ 6, 8, 12 ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത്. പൊതുവെ പറയുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതം ഈ മാസം നല്ലതായിരിക്കും. ജീവിത പങ്കാളിയുടെ കരിയർ, ബിസിനസ് എന്നിവയിൽ നല്ല പുരോഗതിയും നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 5ാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 5ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ 10ാം ഭാവത്തിലാണ്. ഗുരുവിൻ്റെ സ്ഥിതി ഈ സമയത്ത് നിങ്ങൾക്ക് അനുകൂലമാണ്. അതിനാൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. എങ്കിലും 5ൽ ചൊവ്വയുടെ 7ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളിലൊരു അലസത വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. പ്രേമബന്ധങ്ങളിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുവിൻ്റെ പൊസിഷൻ നല്ലതാണെങ്കിലും 5ൽ ചൊവ്വയുടെ ദൃഷ്ടി പതിക്കുന്നത് കാരണം നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും തർക്കങ്ങളിൽ ഏർപ്പെടുന്നതായിരിക്കും. എങ്കിലും പെട്ടെന്ന് തന്നെ അതെല്ലാം പാച്ചപ്പാകുന്നതും ആയിരിക്കും. ആരോഗ്യസ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1ാം ഭാവാധിപൻ സൂര്യൻ നിൽക്കുന്നത് 7ാം ഭാവത്തിലാണ്.
ഇത് കേന്ദ്രസ്ഥാനമാണ്. ഇവിടെ സാധാരണ സൂര്യൻ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. പക്ഷേ മാർച്ച് 14-ാം തീയതി സൂര്യൻ 8-ാം ഭാവമായ മീനത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ്. 8-ൽ സൂര്യൻ നിൽക്കുന്ന ഒരു മാസക്കാലം ചിങ്ങം രാശിക്കാർ ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കാൻ പാടില്ല. റെഗുലറായി മരുന്നുകൾ കഴിക്കുന്നവർ അതിൽ വീഴ്ച വരുത്തുവാൻ പാടില്ല. എത്ര ചെറിയ പ്രശ്നം വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുകയും വേണം. ഇങ്ങനെയൊക്കെ പ്രീകോഷൻ എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഇതാണ് ചിങ്ങം രാശിക്കാരുടെ വർഷം 2025 മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.